എത്രാമത് ഭാരതരത്ന പുരസ്കാരമാണ് 2024 ഫെബ്രുവരിയിൽ LK അദ്വാനിക്ക് ലഭിച്ചത്? 50-ാമത്. 50-ാമതാണ്. എത്രാമത് ഭാരതരത്ന പുരസ്കാരമാണ് 2024 ഫെബ്രുവരിയിൽ LK അദ്വാനിക്ക് ലഭിച്ചത്? 50-ാമതാണ്. മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറിലേക്കോ ഫോണുകളിലേക്കോ പകർത്തുന്നതിൻ്റെ ഭാഗമായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ അടുത്തിടെ വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചു. ഏത് കമ്പനിയാണ് ഇത്തരം പരീക്ഷണം വിജയകരമായി നടത്തിയത്? ന്യൂറാലിങ്ക് എന്നാണ് പേര്. മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറിലോ ഫോണിലോ പകർത്തുന്നതിൻ്റെ ഭാഗമായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ അടുത്തിടെ വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചു. ഏത് കമ്പനിയാണ് ഇത്തരത്തിൽ പരീക്ഷണം? ന്യൂറാലിങ്ക്. ഇനി ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പായി സോറൻ? ജാർഖണ്ഡിൻ്റെതാണ്. ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പായി സോറൻ? ജാർഖണ്ഡിൻ്റെതാണ്. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റായിരുന്നു? 6ാമത്തെ ബജറ്റാണ്. 6ാം തവണയാണ് അവതരിപ്പിച്ചത്. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ്റെ 6ാം തവണയുള്ള ബജറ്റായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വനിതാ T20 ബൗളിംഗ് റാങ്കിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആണ് ദീപ്തി ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വനിതാ T20 ബൗളിംഗ് റാങ്കിൽ 2ാം സ്ഥാനം വന്നതാണ് ദീപ്തി ശർമ്മ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് അനിൽ ലഹോട്ടി ആണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് അനിൽ ലഹോട്ടി. 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബിയിലാണ്. ബാബ്സ് ഹിന്ദു മന്ദിർ. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിന് 2024 ഫെബ്രുവരി 4 എത്ര വർഷം തികഞ്ഞു? 20 വർഷം തികഞ്ഞു. അടുത്തിടെ ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയൻ ലീജിയൻ ഡി ഓണർ പുരസ്കാരം ലഭിച്ച മലയാളി വനിതയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് ആണ്. പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സണൽ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയതാണ് വായിൽ അൽ ദഹ്മൂദ്. 2024 ഫെബ്രുവരി 4 അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ യഥാർത്ഥ പേരാണ് കുട്ടിക്കൃഷ്ണപിള്ള. 2024 ഫെബ്രുവരി 4 അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ യഥാർത്ഥ പേരാണ് N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. അടുത്തത് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നതിന് എവിടെയാണ്? കളമശ്ശേരി, എറണാകുളം. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കളമശ്ശേരി ആണ്. 60 കോടതികൾ ഉൾക്കൊള്ളുന്ന ഹൈക്കോടതി സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. അസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്താണ്? കാജി നീമോ. ഒരു നാരങ്ങ ഇനമായ കാജി നീമോ ഭൗമസൂചികാ പദവി ലഭിച്ചിരുന്ന കാജി നീമോ. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പേരാണ് തമിഴക വെട്രി കഴകം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ. ആസാമിലെ ഗൗരിപൂരിലെ അവസാന രാജാവായ പ്രകൃതീഷ് ചന്ദ ബറുവയുടെ മകളാണ് പാർവതി. ഹസ്തി കന്യ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ഹിമാചൽ പ്രദേശിലെ ബാഗ്ലോഹിൽ 2024 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ നടന്നു. ഇതിൻ്റെ പേരാണ് ഖഞ്ചാർ എന്നാണ്. ഖഞ്ചാർ. വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിച്ച അരിയുടെ പേരാണ് ഭാരത് അരി എന്നാണ്. വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിച്ച അരിയുടെ പേരാണ് ഭാരത് അരി.
അടുത്തിടെ അന്തരിച്ച ശ്രീല ഫാദർ ഏത് നിലയിൽ പ്രശസ്തയായ വനിതയാണ്? ബ്രിട്ടനിൽ മേയർ പദവിയിലെത്തിയ ആദ്യത്തെ ഏഷ്യൻ വനിതയായ ഇന്ത്യൻ വംശജയാണ്. അടുത്തിടെ അന്തരിച്ച ശ്രീല ബ്രിട്ടനിൽ മേയർ പദവിയിലെത്തിയ ആദ്യത്തെ ഏഷ്യൻ വനിതയായ ഇന്ത്യൻ വംശജയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ പ്രഭുസഭയിൽ അംഗമായിരുന്നു.